വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അത് നമ്മുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു സ്കിൻ കെയർ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ എല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇങ്ങനെയാണ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ജെൻഡർ ഒന്നും ഇല്ല കേട്ടോ, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ജേർണീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് സ്കിൻ കെയറിന് ഒരു ജെൻഡർ ഒന്നുമില്ല, രണ്ടുപേർക്കും നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിൻ കെയറിന്റെ ബേസിക് റുട്ടീനാണ് പറയാൻ പോകുന്നത്. അപ്പൊ അധികം നീട്ടിയൊന്നും വലിക്കുന്നില്ല. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് തന്നെ CTMS. അപ്പൊ CTMS എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ തന്നെ ആയിരിക്കും, എങ്കിൽ കൂടെ ഒന്നുകൂടെ അറിയാത്തവർക്ക് ഇനി ഞാൻ പറയാൻ പോവാൻ കേട്ടോ. അപ്പൊ CTMS എന്ന് പറഞ്ഞ ഈ റുട്ടീനാണ് നമ്മൾ ജേർണി ആയിട്ട് കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പൊ ഒരു CTMS എന്ന് പറഞ്ഞതിൽ C എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസർ ആണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ക്ലെൻസർ ആയിക്കോട്ടെ, ഇനി എന്തായാലും നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് വേണം നമ്മൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ സ്കിൻ ടൈപ്പ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്കിൻ കെയർ ജേർണി നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ക്ലെൻസിങ് ആണ്. നമ്മുടെ ഫസ്റ്റ് സ്കിൻ കെയർ റുട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. പിന്നെ ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് എന്ന് രണ്ടായിട്ടും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലെൻസർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മൈൽഡ് ആയിട്ട് ജെന്റിൽ ആയിട്ടൊരു ക്ലെൻസർ വേണം നിങ്ങൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബിഗിനർ ആയിട്ടുള്ള ഒരു ആള് പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിന് പറ്റിയിട്ടുള്ള ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പൊ സെറ്റാഫിൽ ആയിക്കോട്ടെ, ഫോക്സ് ടെയിലിന്റെ ആയിക്കോട്ടെ, സിമ്പിൾ ആയിക്കോട്ടെ, അതുപോലെ അക്വലോജിക്ക, ഡോട്ട് ആൻഡ് കി, ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷും കാര്യങ്ങളൊക്കെ തരുന്നിട്ടുള്ള ബ്രാൻഡ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ യൂസ് ആക്കുന്ന ഫേസ് വാഷ് വന്നിട്ട് അക്വലോജിക്കയുടെ ആണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈൽഡ് ആണ്. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒന്നും അധികം ഡ്രൈ ആക്കി ഓയിലി ആക്കി ഒന്നും ചെയ്യില്ല. അത്യാവശ്യം നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് കേട്ടോ അത്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഉള്ളതാണ് സിമ്പിളിൻ്റെത്. ഈ ഒരു സിമ്പിളിൻ്റെതും പേര് പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ ഫേസിന് ഭയങ്കര മൈൽഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ സ്കിന്നിനും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫേസ് വാഷ് ആണ്. ഇതെന്റെ കയ്യിലുള്ള രണ്ടെണ്ണമാണ്. ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ മറ്റു ബ്രാൻഡ്സ് ഒന്നും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ അതെല്ലാം അഫോർഡ് ആയ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു ടോണർ ആണ്. നമ്മുടെ CTMSലെ T വന്നിട്ട് ടോണർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞ ഉടനെ തന്നെ ഫേസ് ഒരുപാട് അങ്ങനെ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ആ ഒരു വെറ്റോട് കൂടി ചെറിയൊരു വെറ്റ്നെസ്സോട് കൂടി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ടോണർ വന്നിട്ട്. അപ്പൊ ഈ ഒരു ടോണർ വന്നിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ടോണർ യൂസ് ആക്കേണ്ടത്. ഈ ഒരു ടോണർ എന്തിനാണ് യൂസ് ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലെൻസറും കാര്യങ്ങളും യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസിലെ pH ലെവൽ ചെറുതായിട്ടൊന്ന് ഡിഫറെന്റ് ആവാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ഇംബാലൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ബാലൻസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോണർ യൂസ് ആക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ടോണർ നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റോസ് വാട്ടർ. അപ്പൊ ഈ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് എന്തായാലും നല്ലത് തന്നെയാണ്. ആർക്കും അങ്ങനെ എന്താ പറയാ അധികം സൈഡ് എഫക്ട്സ് ഒന്നും വരാത്തൊരു കാര്യമാണ് റോസ് വാട്ടർ എന്നുള്ളത്. സോ നിങ്ങൾക്ക് റോസ് വാട്ടർ വാങ്ങിയിട്ടും നിങ്ങൾക്ക് ടോണർ ആയിട്ട് ആ ഒരു സ്റ്റെപ്പിൽ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ടോണർ ആയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സ്കിൻ ടൈപ്സിനും സ്കിൻ പ്രോബ്ലംസിനും അനുസരിച്ച് ടോണർ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോർസിന് വേണ്ടിയിട്ട്, അതുപോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടോണർ സെലക്ട് ചെയ്യാവുന്നതാണ്. പ്ലമ്മിന്റെ ടോണർ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇനി അത് നമുക്ക് ഈ പറഞ്ഞ പോലെ 200 സംതിങ് അല്ലെങ്കിൽ 300 സംതിങ്ങിനൊക്കെ വാങ്ങാൻ കിട്ടുന്ന തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടോണർ ആയിട്ട് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ റോസ് വാട്ടറിൽ നിങ്ങൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ്
ടോണർ നമ്മുടെ CT ആയിട്ടോ, ഈ 2 സ്റ്റെപ്പ് ആയി. അപ്പൊ ഇങ്ങനെയാണ് ടോണിങ്ങിന്റെ ഒരു കാര്യം വന്നിട്ട്. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കിന്ന് പിമ്പിൾസോ പോർസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഹൈഡ്രേറ്റിങ്ങിനായിട്ടുള്ള ഒരു എന്താ പറയാ ടോണറും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി അതാണ് എന്താ താല്പര്യം. അതുപോലെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും നല്ല നിയാസിനമൈഡ് കണ്ടന്റുള്ള പ്ലമ്മിന്റെ ഒരു ടോണർ ഉണ്ട്, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ആ ഒരു ടോണറും നന്നായിരിക്കും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ്. ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. അതായത് നമ്മളെ CTM ആണ് നമ്മുടെ മോയ്സ്ചറൈസർ വന്നിട്ട്. അതായത് നമ്മളെ ക്ലൻസിങ്ങും ടോണിങ്ങും കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ വന്നിട്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും നമ്മളെ സ്കിന്നിൽ യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ സ്കിൻ കെയർ ഒന്നും ഇതുവരെ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങളാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസർ വന്നിട്ട് നമുക്ക് പല വേരിയൻസിലും അതുപോലെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നിനും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നിനും എല്ലാം വരുന്നതുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മോയ്സ്ചറൈസറും നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം. അതല്ലാണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് അത് ആകെ പ്രശ്നമായിരിക്കും. നമ്മുടെ സ്കിന്നിന് ഭയങ്കര പ്രോബ്ലംസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടായിരിക്കും. ഓയിലി സ്കിന്നുള്ളവർ കൂടുതൽ നമ്മൾ ഓയിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്നെ വരാനും ബ്രേക്ക്ഔട്ട്സ് വരാനൊക്കെ നല്ല ചാൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തുടക്കം തന്നെ വലിയ ബ്രാൻഡ്സ് അല്ലെങ്കിൽ അയ്യോ എനിക്ക് അത് വാങ്ങാൻ ക്യാഷ് ഇല്ലല്ലോ അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് മാർക്കറ്റിലെ പല റേഞ്ചിലുള്ള മോയ്സ്ചറൈസറും നല്ലതാണ്. പോൺസിന്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസർ ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പേഴ്സണലി അതാണ് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ആക്കാറ്, പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ കേട്ടോ. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക ഒരു നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ് ജെൽ ബേസിലുള്ള മോയ്സ്ചറൈസർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജെൽ ടൈപ്പുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിന്നുള്ളവർ അല്ലെങ്കിൽ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസ് ആയാലും നിങ്ങൾക്ക് അതായിരിക്കും നന്നാവുക കേട്ടോ. ഡ്രൈ സ്കിന്നിന് മസ്റ്റ് ആയിട്ട് ക്രീം ബേസിലൊരു മോയ്സ്ചറൈസർ ആണ് ബെസ്റ്റ് ആയിരിക്കുക. നിങ്ങൾ ജെൽ ടൈപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ആവണമെന്നില്ല. നോർമൽ സ്കിന്നിന് ഈ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കോമ്പിനേഷൻ സ്കിന്നിനാണെങ്കിലും ഞാൻ ഒന്നും കൂടെ ജെൽ ബേസ് ആണ് പ്രിഫർ ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് പേഴ്സണലി ജെൽ ബേസ് ആണ്, അധികം സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല, അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗും തരും ജെൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ. അപ്പൊ ഞാനിപ്പോ യൂസ് ആക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പോൺസിന്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിന്റെ ക്രീം ഫോമിൽ വരുന്നതും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഒരു മോയ്സ്ചറൈസർ കൂടെ നിങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് ആയി കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരാറുണ്ട്. ചില ടൈമിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. എങ്കിൽ പോലും ഞാനൊരു 4 ഇയേഴ്സ് ആയിട്ടോ കറക്റ്റ് ഒരു റുട്ടീൻ അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്രോഡക്ട്സ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം എന്റെ സ്കിന്നിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ ആയിരിക്കും നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് ഇന്ന് സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് 4 സ്റ്റെപ്പ് കഴിഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് എവിടെ ആരും ക്ലെയിം ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താ പറയുക ഒരു ജേണിയാണിത്. സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ സ്കിൻ കെയർ ജേണി എന്നാണ് നമ്മൾ പറയുക. അത് 1 മാസമോ ഒരാഴ്ചയോ 2 മാസമോ 2 കൊല്ലമോ എന്നൊന്നല്ല, നമ്മൾ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു മാറ്റം എന്തായാലും നമുക്ക് വരും കേട്ടോ നമ്മുടെ സ്കിന്നിന്. അതൊരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ വരുന്ന ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് പതിയെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിരിക്കും. ഇനി നല്ലൊരു അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോക്സ്റ്റൈലിന്റെ അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീ, അതുപോലെ തന്നെ പ്ലമ്മിന്റെ, പിന്നെ ഈ പറഞ്ഞ പോലെ പോൺസിന്റെ ഈ ഒരു മോയ്സ്ചറൈസേഴ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ 3 സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ആക്കേണ്ടതും എന്നാൽ അധിക പേര് ഇപ്പൊ യൂസ് ആക്കാൻ മടിക്കുന്നത് ഒരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീൻ വന്നിട്ട് CTMSലെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ വന്നിട്ട്.
അപ്പൊ സൺസ്ക്രീൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ആക്കേണ്ടതാണ്. ഇനി നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് മിക്ക ആൾക്കാരും സൺസ്ക്രീൻ യൂസ് ആക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നായാലും നമ്മൾ യൂസ് ആക്കണം കേട്ടോ. കാരണം നമ്മൾ അധികം ലൈറ്റ്സിന്റെ അടിയിൽ അല്ലെങ്കിൽ പുറത്തുനിന്നായാലും നമ്മൾ ജനൽ വഴിയൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ വീടിന് പുറത്തിറങ്ങും ചിലപ്പോ. അപ്പൊ നമുക്ക് എന്തായാലും സൺസ്ക്രീൻ അപ്പൊ യൂസ് ആക്കേണ്ടതുണ്ട്. ഇനി അതെല്ലാം നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ മൊബൈൽ ഫോണിന്റെ മുന്നിലായിരിക്കും. അപ്പൊ നന്നായിട്ട് നമുക്ക് യു വി റൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ ഫേസിലേക്ക് അടിക്കാനും അതുവഴി നമുക്ക് പല പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്നും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ സൺസ്ക്രീൻ ഞാൻ പറയുന്ന ടൈമിൽ നമുക്ക് സ്പ്രേ ടൈപ്പോ സ്റ്റിക്കോ ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് പലരുടെ റിവ്യൂ ആയാലും പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ക്രീം ബേസ് ആയിട്ടുള്ള നോർമൽ സൺസ്ക്രീൻ യൂസ് ആക്കാൻ തന്നെയായിരിക്കും എപ്പോഴും ബെസ്റ്റ്. നിങ്ങൾ റീ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഐറ്റംസ് നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. അതൊന്നും കൂടെ നന്നായിരിക്കും. നമുക്ക് യൂസേജിങ്ങിനായാലും കൂടുതൽ കംഫർട്ട് ആയിരിക്കുക. സ്പ്രേ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിക്കി ടൈപ്പ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ടായാലും നമുക്ക് ഫോക്സ്ടെയില്, അതുപോലെ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ആക്വോളജിക്കിന്റെ ആണ് കേട്ടോ. അതുപോലെ ഡോട്ട് ആൻഡ് കീ, ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം നമുക്ക് 30 SPF ഉണ്ടായിരിക്കണം. നിങ്ങളൊരു ബോട്ടിൽ നോക്കണം, മിനിമം നമുക്ക് 30 SPF ഉണ്ടാവുന്നതായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് SPF 50 വാങ്ങുന്നതാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരാൻ ചാൻസ് ഒക്കെ SPF 50 ഉള്ളതാണ്. അതുപോലെ PA ++ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 4+ ഉള്ളതൊക്കെ ഉണ്ട്, പക്ഷെ മിനിമം 3+ എങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ ++ എന്നുള്ളത് കേട്ടോ. അപ്പൊ മിനിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഈ ഒരു പറഞ്ഞ സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഓയിലി, ആക്നെ പ്രോൺ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയ സൺസ്ക്രീന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് മാത്രം വാങ്ങുക. ഞാനിപ്പോൾ ഒരുപാടായിട്ട് ഞാനിപ്പോൾ യൂസ് ആക്കി, എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഒരു 4ാമത്തെ പാക്കേജിംഗ് ഒക്കെ ആയിരിക്കും. ഞാൻ ആക്വോളജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ആക്കുന്നത്. ഇത് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് കീന്റെ നല്ലതാണ്, ഫോക്സ്ടെയിലിന്റെ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ബ്രാൻഡ്സിന്റെ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേഞ്ച് ഒക്കെ തന്നെയാണ്. ചിലപ്പോൾ ഓഫർ ഉള്ളത് 250 റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 300 സംതിങ്ങിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റും ഞാനിത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ബ്രാൻഡിന്റെ വാങ്ങണമെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്യില്ല. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കുറച്ച് ബ്രാൻഡ്സിന്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് യൂസ് ആക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് ഒരു നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് CTMS എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ റുട്ടീൻ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടു നേരം എന്ന് പറയുമ്പോൾ നൈറ്റ് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ആക്കണം നിർബന്ധമില്ല. എന്നാൽ പോലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ 4 പ്രൊഡക്ട്സ് വാങ്ങി നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് പെട്ടെന്ന് നമുക്ക് കാണുന്ന ഒരു കാര്യമല്ല സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ടൈം എടുക്കും. നമുക്കൊരു ഹെൽത്തി സ്കിൻ ആയിരിക്കും. നമുക്ക് എന്തുകൊണ്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിനേക്കാളും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്നത്. അത് എന്റെ അനുഭവത്തിൽ നിന്നായാലും എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാത്ത ഒരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.